നമസ്കാരം. കേരളത്തിൽ പകുതി വില തട്ടിപ്പിൽ കേരളം മുങ്ങി നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഒരു വലിയ തട്ടിപ്പ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തട്ടിപ്പ്. പൊടുന്നനെ കേരളത്തിലടക്കം വലിയ രീതിയിൽ ഷോറൂമുകൾ പല പേരുകളിലായി ശാഖകൾ തുറക്കുകയും ഉപഭോക്താക്കളിൽ നിന്നും വലിയ രീതിയിൽ പണം അടക്കം വാങ്ങിയിരുന്നു. ഇതൊരു തട്ടിപ്പായിരിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ സ്വർണ്ണ വ്യാപാര വിദഗ്ധരടക്കം പറഞ്ഞുവെങ്കിലും കുറച്ചു പേരെങ്കിലും തട്ടിപ്പിൽ തലവെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ മാസം ആദ്യത്തോടെയാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമയുടെ തിരുമലയിലുള്ള വസതിയിൽ, അതായത് ആഡംബര വീട് വളഞ്ഞ് നിക്ഷേപകർ അടക്കം വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു. കൂടാതെ അന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. നിലവിൽ അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ തട്ടിപ്പിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞ് നൽകിയ പരാതിയിലാണ് കൊല്ലം സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 8-നാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 316, 318 വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 8-ാം പരാതി നൽകിയിരിക്കുന്നതെന്നും ഈ പരാതി പോലീസ് ഉദ്യോഗസ്ഥൻ 7 മണിക്ക് FIR ഇട്ട് രജിസ്റ്റർ ചെയ്തു എന്നടക്കമുള്ള തെളിവുകൾ അത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പുറത്തു വിടുന്നതാണ്. മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമയാണ് FIR പ്രകാരമുള്ള ഏക പ്രതി. FIR പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. പോലീസിന്റെ FIR-ൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ ചെയർമാനായ പ്രതിക്ക് ആവലാതിക്കാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈക്കലാക്കി അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIR-ലെ കുറ്റാരോപണം. സ്വർണ്ണ ബുക്ക് ചെയ്യുന്ന തീയതിയിലെ വിലയിലും മേക്കിംഗ് ചാർജ് ഈടാക്കാതെയും ബുക്ക് ചെയ്ത തീയതിയിലെ വിലയിൽ സ്വർണ്ണാഭരണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കരാറുണ്ടാക്കി. ഇത് പ്രകാരം 2024 ഏപ്രിലിൽ അൽ മുക്താദിർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് 6,335 രൂപ നിരക്കിൽ 473.650 ഗ്രാം സ്വർണത്തിനായി 30 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. ജൂൺ 3-ന് കൊല്ലത്തെ ഓഫീസിൽ വെച്ച് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തുകയും നൽകി. നാളിതുവരെ 1,18,00,000 രൂപ തിരിച്ചു നൽകിയില്ല എന്നാണ് കേസ്. ആവലാതിക്കാരനെ കുറ്റക്കാരനായ വിശ്വാസവഞ്ചന നടത്തി ചതിച്ചുവെന്ന് FIR-ൽ പറയുന്നുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SI ആണ് കേസ് എടുത്തിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജ്വല്ലറിയാണ് അൽ മുക്താദിർ. 0% പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യം നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത്. വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം. ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടെ അൽ മുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനിടെയാണ് കേരള പോലീസ് കേസെടുത്ത വിവരവും പുറത്തു വരുന്നത്. 8-ാം തീയതി എടുത്ത കേസിലെ FIR പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 318 വകുപ്പ് പ്രകാരം 7 കൊല്ലം വരെ ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ കുറ്റമാണ് അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതോടെ തങ്ങൾക്കെതിരെ പരാതികളൊന്നുമില്ല എന്ന അൽ മുക്താദിറിന്റെ വാദവും പൊളിയുകയാണ്. അൽ മുക്താദിർ ജ്വല്ലറിയിലെ ആദായ നികുതി റെയ്ഡിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന റിപ്പോർട്ടുണ്ട്. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത്. കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡിൽ നിർണായകമായ വിവരങ്ങളും കിട്ടി. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന നടന്നത്. മണി ചെയിൻ മാതൃകയിൽ അൽ മുക്താദിർ കോടികൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ഇത് വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് 3-4 പേരുകൾ നൽകുകയും ാണ് ഗ്രൂപ്പ് തട്ടിപ്പ് വിപുലീകരിക്കുന്ന ഒരു രീതിയെന്ന് സംഘടന ആരോപിക്കുന്നുണ്ട്. 3-6 മാസവും 1 വർഷം കഴിഞ്ഞും സ്വർണം നൽകാമെന്ന ഉറപ്പിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പ് പണം നിക്ഷേപിച്ചവർ സ്വർണമെടുക്കാൻ വരുമ്പോൾ സ്വർണം നൽകുന്നില്ല എന്നും അസോസിയേഷൻ ആരംഭിക്കുന്നുണ്ട്. സാധാരണ വൻകിട സ്വർണ്ണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതായത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഭീമ, ജോസ്കോ, കല്യാൺ ഉൾപ്പെടെയുള്ള ജ്വല്ലറികളുണ്ട്. അവരൊക്കെ നേരായ രീതിയിൽ നേരാവണ്ണം കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. 100% നമുക്ക് അവരെ വിശ്വസിച്ച് അവരുടെ സ്ഥാനങ്ങൾ, അവരുടെയൊക്കെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിന് 1 കൂടുതൽ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ടാകും, 1 കൂടുതൽ ജില്ലകളിൽ ബ്രാഞ്ചുകളുണ്ടാകും. ഒരു ജില്ലയിൽ തന്നെ 5, 6, 8, 10 ബ്രാഞ്ചുകളുണ്ടാകും. അവരൊക്കെ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതേ ബ്രാഞ്ച് തന്നെയാണ് ആദ്യം ഒരു സ്ഥാപനം അവർ തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന്
ഇട്ട ബ്രാഞ്ച് തന്നെ, ആ പേര് തന്നെയാണ് അടുത്ത സ്ഥാപനത്തിനും തുടങ്ങുന്നത്. അങ്ങനെയാണ് അവരുടെ പേര് വരുന്നത്. ഈ അൽ മുക്താദിർ എന്ന് പറയുന്നത് ആദ്യം ഇപ്പോൾ ഒരിടത്തൊരു പേര് തുടങ്ങിയാണ്, അൽ മുക്താദിർ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ തുടങ്ങുകയാണെങ്കിൽ അടുത്തത് വേറൊരു പേരിലായിരിക്കും ഇവർ പേര് തുടങ്ങുന്നത്. അങ്ങനെ പല പല വ്യാജ പേരുകളിൽ ഇവർ തുടങ്ങിയ ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.